എടി വിമലേ, എന്നോടാണ് കളി. കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കൂന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ ഇത് ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ അത് ഇവിടത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ടങ്ങ് കുത്തിയാ മതി. അണ്ണാക്കി സൂട്ടാവൂല്ല. വെള്ളവൻ ആ മുതലാളി വരണം. ഇന്നൊടുക്കത്തെ കളക്ഷൻ അല്ലേ മുതലാളി? ഇങ്ങനെ പോയ മിക്കവാറും അവളുമാരി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര AC DTS തിയേറ്റർ ആയിട്ട് പണിയടാ. DTS അല്ല, അവളുമാർ അതിനേക്കാളും വലുത് പണി. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുന്നുണ്ട്. നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്. കുറച്ച് കാശ് ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്താ ഈ പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്കീസിൽ കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ടർ അടിച്ച് മാറ്റും. അതെന്താടാ ഒരു ദിവസം ആക്കുന്നത്? ഇന്നായിക്കൂടെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് പ്രൊജക്ടർ അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി, കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുതരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും. മക്കളെ എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, പാപ്പച്ചാൻ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്ന നല്ല ഫ്രഷ് ആണ്. ഇന്ന് പുതിയ സിനിമയാണല്ലേ? എങ്ങനെയുണ്ട്? ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ. ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ. ഇത്രയും പോന്ന ഈ മക്കളെ വെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ടു വന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന് ആരൊക്കെയോ ബഹളം വെച്ചെന്നോ പോലീസ് വന്നെന്നൊക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആരൊക്കെ അവര്? ആരാന്നുള്ളത് അയച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ആരാണെന്നൊരു വാക്ക് മുളന്നോട് പറഞ്ഞാൽ മതി. അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ. ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടെറിഞ്ഞങ്ങ് പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ. നല്ല വില തരുന്ന ഒരു പാർട്ടിയെ ഈ അച്ചായം കൊടുത്തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചാന്റെ സ്നേഹം കണ്ടോ? ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടുവോ? എന്റെ കർത്താവേ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി അച്ഛാ. ഓ അച്ഛാ, ഒരു മിനിറ്റ്, ഇതോടെ കൊണ്ടുവയ്ക്കോ. ഇത് ഇവിടെ അഴുകിപ്പോ കൈ കൊണ്ടൊന്ന് കൊടുക്കച്ചായ. നല്ല കറി വെച്ച് തരത്തില്ലയോ? ഫ്രഷ് അല്ലയോ? അതെ അതെ അതെ. ചേച്ചിക്ക് 2 വർത്താനം പറഞ്ഞൂടായിരുന്നു? അയാൾക്ക് നാണമില്ലടി. അയാളോട് എന്താ പറയാനാ? ഈ പാപ്പയ്ക്കും മയിലാളി. അയാള് കാരണം എന്തുമാത്രം കടുകും മുളകും അടുപ്പിലേക്ക് പോകുന്നതല്ലേ? കണ്ടോ, മുളകിന്റെ മണവും വന്നില്ല, കടുകും പൊട്ടിയിട്ടില്ല. ആ ദുഷ്ടൻ ചിരിച്ചോണ്ട് വന്ന് നല്ല പ്രാക്കും രാഗിട്ടാ പോയിരിക്കുന്നത്. നമ്മള് 4 പേരും 4 വഴിക്കും പിരിയണോന്നാ അവന്റെയൊക്കെ മനസ്സിലിരിപ്പ്. ആ പോപ്പച്ചൻ പണ്ടാരക്കാലിന്റെ കണ്ണു കുത്തി പൊട്ടിപ്പോണേ എന്റെ ഭഗവതി. പാപ്പച്ചായനോ? എടീ, എന്തിനാ നീ ഇങ്ങനെ ഓടി നടന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നത്? എന്റെ അച്ചായ, എന്ത് ചെയ്യാനാ? ഈ പഞ്ചായത്ത് മുഴുവൻ എത്ര പോസ്റ്റ് ഒട്ടിച്ചാലും ഉടനെ കീറിക്കളയാൻ ഓരോരുത്തർമാർ ഉരുമിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അതുമല്ല, ആടുമാടുകളും തിന്നുന്നതായിരിക്കും. ആടിന് മൈദമാവ് വലിയ ഇഷ്ടമാ. കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്. എന്തോന്ന്? നീ ഇവിടുത്തെ പണിയൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ 1-ാം തരം ശമ്പളവും നല്ലോണം ചെലവിനും തരാം. അല്ല, എന്താ ജോലി? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാ പോരെ.
എന്ത് പറയുന്നു? അപ്പോ ഈ പോസ്റ്റർ ഒക്കെ ആരൊട്ടിക്കും? അവർക്ക് വേറെ പണിക്കാരെ കിട്ടും. അല്ല, അവൾ തന്നെ ഒട്ടിക്കട്ടെ, നമുക്കെന്നാ. നമ്മൾ രണ്ടാളും ഒരേ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ? എന്നാ വൃത്തികേടാ ഈ പറയുന്ന അച്ചായ? ഞാൻ പറഞ്ഞത് മാമോസ വെള്ളത്തിൽ മുങ്ങിയ രണ്ട് സത്യക്രിസ്ത്യാനികളാന്നാ. അത് ശരി, എന്നാ ഞാൻ വരാം. പാപ്പച്ചായൻ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ പോസ്റ്റർ ഒട്ടിക്കാനും പണികളൊക്കെ ചെയ്യാനും പാപ്പച്ചായന്റെ ഭാര്യ മകളെ ഇങ്ങോട്ട് വിട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ദേ, കൂടുതൽ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ തിയേറ്റർ ഉള്ളതുകൊണ്ട് അച്ഛനില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തുന്നത്. വന്നിരിക്കുന്നു കൂടെ ചെല്ലൻ. എന്താ എന്ത് പറ്റി? ചേച്ചി നമ്മുടെ കുഞ്ഞിനെ കാർ സീരിയസ് ആണെന്നാ കേട്ടത്. ദൈവമേ, എത്ര സൂക്ഷിച്ച് റോഡേ കൂടി പോയാലും സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ബോധ്യമായി മോളെ. ലക്കും ലഗാനും ഇല്ലാതെ അല്ലേ ഓരോരുത്തന്മാര് വണ്ടി ഓടിക്കുന്നേ. അതെ അതെ, ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളാ പത്രത്തിൽ വായിക്കുന്നേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. അതെ. അമ്മാവ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ സഹായത്തിന്? 5-6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാരെങ്കിലും വേണ്ടേ? ആയ കാലത്ത് നാട് ചുറ്റി നടന്നു, സമയത്ത് കല്യാണം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അകർന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട്, അവന് ഫോൺ ചെയ്യാൻ വേണ്ടി അയടാൻ പോയിരിക്ക. ഓ, എല്ലാവരുടെയും കാര്യത്തിന് ഓടി നടക്കുന്ന ആളാ ആശാൻ. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ മോളെ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെങ്കിലും സഹായം വേണം. ആ, എന്താ മോളെ, അവനെ കിട്ടിയോ? ആ കിട്ടി. അമ്മാവൻ അല്പം കൂടുതലാണെന്നും 24 മണിക്കൂറും കൂടെ ഒരാള് വേണമെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അതേതായാലും നന്നായി. ആ ചെറുക്കൻ വല്ല കഥയെഴുത്തുകാരനും മറ്റോ ആണ്. ഈ ബോർഡും ബാനറും ഒക്കെ എഴുതുന്ന പണിയാ. എന്തായാലും വരാൻ നേറ്റല്ലോ, അത് കാര്യായി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ഓ, ആ ചാരായമുള്ള സമയമായിരുന്നെങ്കിൽ 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ ശരീരത്തിന്റെ വേദനയും നീർക്കെട്ടിലും ഉടനെ തന്നെ പോയേനെ. അത് നിരോധിച്ചവന്റെ തലയിൽ. അയ്യോ എന്റെ പൊന്ന അമ്മാവാ, ആ മനുഷ്യൻ ഡൽഹിയിലെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. ആ, എന്നാ അവിടെ ഇരിക്കട്ടെ. എന്നാ ഇത് കുടിക്കാൻ. നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി, ശമ്പളം തന്നൂന്ന് കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടത്തെ തൊഴിൽ നിയമം. അതറിയാവോ? ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു? പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ട് നടന്ന കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ, അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ പറ്റി? സത്യം പറ. എടാ, അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. ആ, പേടിപ്പിച്ച് കളഞ്ഞല്ലേ ചേച്ചി? നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിൽ നടത്തുന്ന എന്തിനാ? ദിവസവും നടത്താൻ മേലേ? ശ്രാദ്ധം അതെന്നാ? അത് എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. ആ, നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗ് എടുക്ക. ചേച്ചി, അടുത്തത് 955 രൂപ. ഉണ്ണി, ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ, കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി, ഞാൻ പോയി നോക്കാം. അമ്മായി, മോളെ, ഞാൻ വന്നു. അയ്യോ, നല്ല ആളാ. ഇപ്പോഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കുട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനുവിനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്ക. എല്ലാം നിനക്കുള്ളതിലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി, ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? ആ, അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ. എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മായിക്ക് കഴിക്കാൻ തന്നെ എടുത്തോ. ഇവിടെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തുന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ.
അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ, നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ, നീയാണോ തീരുമാനിക്കുന്നത്? ആ വിളക്ക് എണ്ണ ഒഴിക്കടി. അവളൊരുത്തി അമ്മായി അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. ചെറിയ വായില് വലിയ വർത്താനം പറയില്ല. അതൊക്കെ എടുത്ത് വെക്കടി, എടുത്ത് വെക്ക്. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ഇന്നലെയും ഞാൻ അവള് സ്വപ്നം കണ്ടു, നിന്റെ അമ്മയെ. അവൾ ഉറക്കത്തിൽ വന്ന് എന്റെ അടുത്ത് വന്ന് പറയുക, എന്റെ വിമല മോളുടെ കാര്യത്തിലാ എനിക്ക് വേവലാതിന്നു. എന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അന്ന് ടാക്കീസ് എഴുതി വാങ്ങിക്കാൻ നിന്റെ അച്ഛൻ എന്തുമാത്രം പുകില ഉണ്ടാക്കിയത്. പാവം പാർവതി, അതിന്റെ പേരിൽ എന്തൊക്കെയാ അവള് സഹിച്ചത്. അന്ന് അത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗതി എന്താവുമായിരുന്നു. മോൾ അമ്മയുടെ കർമ്മം ചെയ്തവളാ, എല്ലാ അർത്ഥത്തിലും. തിരിച്ചറിവാവുന്ന പ്രായത്തിൽ തന്നെ എന്റെ മോള് സഹോദരങ്ങൾക്ക് അമ്മയായില്ലേ. അനാഥരായ നിങ്ങൾ 4 ആളുടെയും കൈപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മായി ടാക്കീസിന്റെ പടിയിറങ്ങുമ്പോ മോളുടെ മുഖത്തുണ്ടായിരുന്ന ആ വേദന ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളെല്ലാം ചെയ്യുന്നില്ലേ. അതിനു മോക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും തരും. മോളെ, അമ്മായിക്ക് പ്രായമായി. അടുത്ത അമ്മയുടെ ശ്രാദ്ധത്തിന് മുമ്പെങ്കിലും മോള് മിന്നുകെട്ടി കാണണമെന്ന് അമ്മായിയുടെ ആഗ്രഹം. അനിയത്തി കുട്ടികൾക്ക് മാത്രമല്ല, മോക്കും വേണം ഒരു ജീവിതം. ഇനി അത് വൈകിക്കൂടാ. ഇവിടെ തന്നെ ആയിരിക്കും അമ്മാവൻ കിടക്കുന്നത്. നിന്റെ അമ്മാവനെ ചിതയിലേക്ക് വെച്ച് തീ കൊളത്തെ ഞാൻ സ്ഥലം വിടും. അല്ലാതെ സഞ്ജയനും അടിയന്തരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നാട്ടിൽ പല പണികളതാ. എടാ, അതിന് അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാതെ. ഞാനെല്ലാം വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാ. വളരെ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ അപ്പം സൈക്കിൾ തട്ടി ആശുപത്രി കിടന്നപ്പോ അദ്ദേഹം തട്ടിപ്പോയെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ സംഭവം ശരിയായില്ലേ. എടാ, നീ കരുനാക്ക് വിളിച്ചൊന്നും പറയാതെ. വടിയായ അമ്മാവന് നേരിട്ടാണല്ലോ അവൻ വിശ്വസിക്കും. അത് അമ്മാവനല്ലേ? ഏയ്, നിന്റെ അമ്മാവ് ഇപ്പൊ മോർച്ചറി കാണും. നോക്കാം. വിട്ടെ അമ്മാവാ. മോൻ വന്നോ? എന്റെ പ്രവചനം ആദ്യമായിട്ട് തെറ്റി. കുതിരയെ പോലെ ചാടിച്ചാടി കിടന്ന ഈ അമ്പാവിന്റെ കിടപ്പ് കണ്ടോ? എഴുന്നേക്കാൻ പോലും വയ്യാതായി. വിളി കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എത്തുന്നതിനേക്കാൾ മുമ്പ് തീർന്നു. ഏതായി അലവലാതി ചെറുക്കൻ? അലവലാതി തന്റെ എന്റെ കൂടെ ഒന്ന് പണി പഠിക്കാൻ വന്ന ചെറുക്കന് പേര് അയ്യപ്പൻ. ഇവനെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്ക്. ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണെന്ന്. കേട്ടല്ലോ? ഇയാൾ എന്റെ വാങ്ങിക്കും. മോള് വന്നോ? ആരാമാവത്? ഇത് തൊട്ടടുത്തുള്ള മഹാരാജ ടാക്കീസിലെ പോസ്റ്റ് ഒട്ടിക്കുന്ന ഐഡാമ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ സിനിമ പോസ്റ്റ് ഒട്ടിക്കോ? പിന്നെ പെണ്ണുങ്ങള് തെങ്ങേക്കയറി തേങ്ങായിരുന്നു, പിന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കുന്നത്. ഞാനാ ഉണ്ണിക്ക് ഫോൺ ചെയ്തത്. ഓ, അത് ശരി. നിങ്ങളുടെ വീടിന്റെ ജനാല തുറക്കുന്നത് തന്നെ മഹാരാജ ടാക്കീസിലേക്കല്ലേ. അതുകൊണ്ട് 6 മാസം ഉണ്ണിക്ക് ബോറടിക്കാതെ സിനിമയും കാണാം, അമ്മാവനെയും നോക്കാം. 6 മാസോ? അത് നടക്കില്ല. അതെന്താടാ? അയ്യോ, 6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവന് വിസ എപ്പോഴാ വരെന്ന് പറയാൻ പറ്റില്ല. വിസയോ? എവിടുന്ന്? ദുബായിന്ന്. അടുത്ത ആഴ്ച വിസ വരുന്ന പറഞ്ഞിരിക്കണ. അതുകൊണ്ട് വിസ വരുന്നവരെ ഇവൻ അമ്മാവനോട് നിൽക്കും. അപ്പൊ നീ പോലെ? എനിക്ക് ധൃതിയൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിർത്തി എന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വേണ്ട എന്ന് ഞാൻ അമ്മാവനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ പോവാണ്. പാതി വഴിക്ക് വെച്ച് അമ്മാവൻ തട്ടിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാൽ ഞാൻ വരില്ല. നിന്റെ അമ്മാവനൊരു ബ്രഷും പേസ്റ്റും എത്രയും പെട്ടെന്ന് വാങ്ങി കൊടുക്ക്. ഉണ്ണി വന്നല്ലോ, ഞാൻ പോട്ടെ അമ്മാവ, നാളെ വരാം. ഐഡപോളവിടെ നിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ അന്തോണിയസ് പുണ്യാളുടെ നടയില് 2 കൂടി മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കണം. എന്തിനാ അമ്മാവ? ഇവൻ ഒരിക്കലും വിസ വരാതിരിക്കാൻ. ഞാൻ കത്തിച്ചേക്കാം. എന്റെ അന്തോണിയസ് പുണ്യാളാ, എന്നെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നേർന്നതാണേ. എന്നോട് ക്ഷമിക്കണേ.